ശരീരം ചെയ്യുന്നതിൻ്റെ ഒരു റണ്ണിങ് കമൻട്രിയാണ് മനസ്സ് എന്ന് പറയുന്നൊരു വാചകം പറഞ്ഞില്ലേ? മൈൻഡ് ഈസ് വാട്ട് ബോഡി ഡസ്. ഇപ്പോൾ നേരത്തെ ഒരാൾ കഴിഞ്ഞ സെഷനിൽ സജീവൻ ചേട്ടൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ പുള്ളിയോട് അദ്ദേഹം പറഞ്ഞത് അത് ചാറ്റ് ജിപിറ്റിയേക്കാളും നല്ലത് ജെമിനിയാണ്. ജെമിനിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടും. ഒരു വ്യക്തിയുടെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പരിസരവുമായിട്ട് കണക്ട് ചെയ്ത് എത്ര അടുത്ത് നിൽക്കുന്നോ അങ്ങനെ നമുക്കൊരു കാര്യം പഠിക്കാൻ പറ്റും. രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ രണ്ടുപേരുടെയും അറിവുകൾ തമ്മിൽ സംസാരിച്ച് പുതിയൊരു അറിവുണ്ടാവുകയും ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ വരികയും ആ ജീവിതത്തിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് ബിഹേവിയർ ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വ്യത്യാസം എന്ന് പഠിപ്പിക്കാൻ ഇന്ന് നമുക്ക് കൃത്യമായി എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ ഇടയായിട്ട് സംസാരിച്ചതിൽ അദ്ദേഹം തന്നെ സംസാരിച്ചൊരു ഇതാണ് യൂജനിക്സിനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. എന്നാലും ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റികൾ വളരെ ഫാസ്റ്റായിട്ട് പലതരത്തിലുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റികൾ ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ സെക്കുലർ ഫെസ്റ്റ് അല്ലെങ്കിൽ സമാനമായ അത്തരത്തിലുള്ള ആഘോഷങ്ങളോ പരിപാടികളോ ഒക്കെ നടത്തുമ്പോൾ സമത്വം എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റികളും ഒതുക്കപ്പെടുന്ന അല്ലെങ്കിൽ സൈഡ് ലൈൻഡ് ആവുന്ന ഈ ഉദാത്ത ചിന്തയുള്ള മനുഷ്യരും അതിനെ എത്രത്തോളം തുരങ്കം വയ്ക്കുന്നു എന്ന് ഒന്ന് പറഞ്ഞു തരണം. തുരങ്കം വയ്ക്കുന്ന പ്രശ്നമായിട്ട് കാണണ്ട. നമ്മൾ മനുഷ്യരിങ്ങനെയാണെന്നറിയേണ്ടത്. ഒരു ജള്ള കടിച്ചാൽ മറിയള്ള കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്ന യേശുക്രിസ്തു കുരിശിൽ പോയത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റാതായിപ്പോൾ. അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യണമല്ലോ. വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ അദ്ദേഹം അത് പറഞ്ഞത്. അതേപോലെ തന്നെ അയൽ തഴപ്പതിന് അതിപ്രയത്നം നരനറിയണം എന്ന് പറഞ്ഞ് നാരായണഗുരു പറയുന്ന വഴിയാണ്. ഒരാളുടെ സംഗീതമായി മാറുമെന്ന് കാർമാസ് പറയുന്നു. ഇതൊന്നും നടക്കത്തില്ലെന്ന് ഞാൻ പറയും. അത് നമ്മളങ്ങനെ മനസ്സിലാക്കണം. നമ്മളങ്ങനെ നന്നാകുന്നവരല്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെയാണ് നമ്മൾ. പക്ഷെ അപ്പോഴും നമ്മൾ നമ്മുടേതായ വ്യത്യാസങ്ങളും ഒക്കെ ആയിട്ടിരിക്കുമ്പോഴും ഇവിടെ ഈ മുറിക്കകത്ത് നമ്മൾ ഒന്നിച്ചിരിക്കുന്നില്ലേ? ഇത്രയും സാധ്യതകളാണ് നമുക്കുള്ളത്. ഞാൻ ഈ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാറുണ്ട്. കാർ ഓടിച്ചു പോകുമ്പോൾ ട്രാഫിക് മുന്നേ പോകുന്ന എല്ലാ കാറിൻ്റെയും മുന്നേ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഈ വണ്ടികളിലെല്ലാം ഇരിക്കുന്നവർ. മാത്രമല്ല ഇങ്ങനെ മനസ്സിലെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, ഇവന്മാർക്കൊക്കെ വീട്ടിൽ ഇരിക്കരുതോ, നമുക്ക് വല്ല കാര്യമുണ്ടോ ഇവനൊക്കെ എന്തിനാ ഈ വണ്ടിയായിട്ട് ഇറങ്ങിയെന്ന് ചോദിക്കുന്നവരാണ് കൂടുതൽ പേര്. ഓക്കെ, നമുക്ക് ആദ്യം എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നമ്മളെല്ലാവരും. പക്ഷെ അപ്പോഴും റെഡ് ലൈറ്റ് കണ്ട് നിർത്തും, ഗ്രീൻ ലൈറ്റ് വരുമ്പോൾ പോവും, അത് ക്യൂ ആയിട്ട് നിൽക്കാൻ നോക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ റെഗുലേഷൻസ് കൊണ്ട് പരസ്പരം സഹകരിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. അല്ലാതെ ഒരാളുടെ സംഗീതമായിട്ടൊന്നും മാറത്തില്ല. അയലത്തുകാരൻ, ഞാൻ അയലത്തുകാരുടെ കാര്യം നേരത്തെ എൻ്റെ പുസ്തകത്തിനകത്ത് സ്പെസിഫിക്കായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ മഹാന്മാരല്ല, യേശുക്രിസ്തു, ബുദ്ധൻ, നാരായണഗുരു ഇവരൊക്കെയാണല്ലോ നമുക്ക് മഹാന്മാർ. ഇവർക്ക് ആർക്കും അയലില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളത്. എനിക്ക് അയലില്ല കേട്ടോ. അതുകൊണ്ടാണ് നല്ല ആളായിട്ട് അഭിനയിക്കാൻ എളുപ്പമാണ്. നമ്മൾ നട്ട വാഴയോ വെണ്ടയൊക്കെ അവരുടെ പശു കയറി തിന്നാമെങ്കിലുണ്ടല്ലോ പ്രശ്നമായിപ്പോൾ. അപ്പോഴാണ് നമ്മൾ വേലിയൊക്കെ കിട്ടുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഈ മഹാന്മാരുടെ എല്ലാ ആശ്രമത്തിന് ചുറ്റിനും വേലിയുണ്ടാവും. ഏത് ആശ്രമത്തിന് നിങ്ങൾ പോയാൽ അവർക്കെല്ലാം വേലിയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ അതിലുള്ളവരാണ്. അപ്പോൾ കേസ് ഉണ്ടാകും. പള്ളി അവരെല്ലാം നോക്കിയാൽ അതോടെ എല്ലാം കേസ് കാണും. കാരണം അയലുണ്ട് അവർക്ക്. യേശുക്രിസ്തുവിൻ്റെ അയൽക്കാരൻ്റെ പേര് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ.
അതേസമയത്ത് നമ്മുടെ അയൽക്കാരെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഈ മതിലിൻ്റെ മേളിൽ കൂടെ എത്തി നോക്കുന്ന ഒരാൾ എന്തായാലും ഉണ്ടാകും. കുളിക്കാൻ പോകാനേ പറ്റത്തില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുളിക്കാൻ പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അയൽക്കാരനുണ്ടാവും. കോഴിയെ തുറന്നു വിടും. ഇപ്പോൾ കൃഷിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നിങ്ങൾക്ക് അത്രയും പ്രശ്നം. പക്ഷേ കണിശമായിട്ടും അതിൽ വണ്ടി തിരിക്കാൻ വയ്യാത്ത അത്രയും റോഡിലോട്ട് ഇറക്കി കെട്ടിയ ഒരു ആൾ എന്തായാലും ഒരു റോഡിലുണ്ടാവും. ഈ അയൽക്കാരൊക്കെയാണ് നമുക്കുള്ളത്. ഇപ്പം യഥാർത്ഥത്തിലുള്ള അയൽക്കാരെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. അതുകൊണ്ട് ഈ മഹാന്മാരെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ അഡ്രസ്സ് ഇല്ലാതെ കഴിയുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല എന്തൊരു സ്നേഹം കവിഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. സ്നേഹം കൊണ്ട് നാരായണ ഗുരുവിൻ്റെ അയൽക്കാരാരാണെന്ന് ചോദിച്ചാൽ ഒരിടത്തും ഇല്ല. ഇനി ഉണ്ടായിരുന്ന സ്ഥലത്തെല്ലാം കേസും ഉണ്ട് കേട്ടോ, മറക്കണ്ട. നിങ്ങൾ വെറുതെ പോയി നോക്കിയാൽ മതി. നാരായണ ഗുരുവിൻ്റെ പേരിൽ കേസ് കൊടുത്ത പാർട്ടികൾ വരെ ഉണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ രഹസ്യമാണ് ഈ അയലില്ലാതിരിക്കുക എന്ന് പറയുന്നതാണ് ഈ മഹത്വത്തിൻ്റെ ലക്ഷണം. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ വാഴ നടുന്നില്ല, അവരുടെ പശു വരുന്നില്ല, നമ്മുടെ ചേനയുടെ ചവിട് മാന്തുന്ന കോഴിയില്ല, അയലത്തെ കുട്ടി മതിൽ ചാടി ഇപ്പുറത്ത് വന്ന് നമ്മുടെ വരയ്ക്കാതിരുന്ന സാധനം മുഴുവൻ ഉരുട്ടിയിട്ട് പൊട്ടിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ ഒരുപാട്. മറ്റേ നമ്മളിത് ഓർത്തു പോകും. കടം ചോദിച്ച അയൽക്കാർ തന്നെ ഉണ്ടാവും. അവരെ കാണുമ്പോൾ നമുക്കറിയാം അങ്ങോട്ട് നോക്കി അവർ കടം ചോദിക്കുമെന്നറിയാം. അതേസമയത്ത് മഹാന്മാർക്ക് കടം ചോദിക്കുന്നവർക്ക് കൊടുക്കാനൊരു പ്രശ്നമില്ല. കാര്യം ആരെങ്കിലും കൊണ്ടുവന്ന് ഇങ്ങോട്ട് തരും. അപ്പം ഞാനിങ്ങനെ എവിടെയെങ്കിലും ഇരുന്ന കുറേ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ചായ വേണമെന്നൊക്കെ ആൾക്കാർ ചോദിച്ചാൽ എനിക്ക് ചായയൊക്കെ തരാം. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നവർ ഇയാൾക്കൊരു ചായ കൊടുക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കും. അപ്പോൾ എൻ്റെ കൂടെ നടക്കുന്നവർക്കൊക്കെ എല്ലാം കിട്ടും. അപ്പം ഇതിന് എനിക്ക് വല്ല ഉത്തരവാദിത്തമുണ്ട്? ഒരു ഉത്തരവാദിത്വം ഇല്ല. പക്ഷെ നമ്മൾ ഒരു ആശ്രമത്തിലോ പള്ളിയിലോ ഒക്കെ ഇരിക്കുന്നിടത്ത് എല്ലാവരും കൊണ്ടുപോയി അവർക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുക്കും. ഇതാണ് ഈ അവിടുത്തെ സാധനം. അതിങ്ങനെ തിരിച്ചു കൊടുക്കുന്നതിനൊരു പാടുമില്ല, ഭയങ്കര കൊടുപ്പ്. പക്ഷേ ഞാൻ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കൊടുക്കുന്നതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ഈ കൊടുക്കുന്ന ആളിന് കിട്ടും. മറ്റേത് ഒരു പിടി മുന്തിരിങ്ങ കൊടുത്താൽ കൊച്ചു ക്രെഡിറ്റല്ലേ ഉള്ളൂ, അതൊന്നും കിട്ടത്തില്ല. പക്ഷെ മുന്തിരിങ്ങയും കൊടുക്കും, പഴവും കൊടുക്കും, അവിടെ ഇരിക്കുന്നൊരു കിഴിപ്പണവും ചെന്ന് ചോദിച്ചാൽ മതി, സ്വാമി എടുത്തിങ്ങ് തരും എന്നാണ് പറയുന്നത്. സ്വാമിയുടെ അമ്മായപ്പം കൊണ്ട് തന്നതൊന്നുമല്ല ഇത്, നമ്മളെപ്പോലുള്ള ഒരാളോട് നേരത്തെ കൊണ്ടുപോയി കൊടുത്തത്. അങ്ങനെയാണ് ഈ മഹത്വം ആർജിക്കുന്നത്. അതുകൊണ്ട് ഈ അയലില്ലാതിരിക്കുക എന്ന് പറയുന്ന ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് മഹാന്മാർ. അപ്പം നമ്മളെല്ലാവരും പറയും നിങ്ങൾക്കിതൊക്കെ ആകും, ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ നടക്കുന്ന കണ്ടിട്ട് എപ്പോഴും ആൾക്കാർ ഇത് പറയും നിങ്ങൾക്ക്. പക്ഷേ 10-20 വർഷം ഞാൻ ഈ അയലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇതേപോലെ തന്നെ പണിയെല്ലാം എടുത്ത് അപ്പം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഞാൻ വാടക വീട്ടിലാണ് ഞാൻ താമസിച്ചിട്ടുള്ളതല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്വന്തമായിട്ടുള്ള വീടില്ലാത്തവരെ ഇറക്കി വിടും എന്നുള്ള കാര്യം അറിയാമല്ലോ. 1 വർഷത്തിനകത്ത് എന്നെ ഇറക്കി വിടാത്ത വീട് ഒറ്റ തവണയെ സംഭവിച്ചിട്ടുണ്ട്. വാടക കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരിക്കൽ പോലും ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ല. പക്ഷെ അവർ നോക്കുമ്പോൾ കാണാം ഒരു ഡോക്ടറും അയാളുടെ പങ്കാളിയും കൂടെ വന്ന് വീട് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 പേരവിടെ ഉണ്ട്. ഇത് കുഴപ്പമാണ്. പിന്നെ അവർ നോക്കുമ്പോൾ പ്ലക്കാർഡുമായിട്ടായിരിക്കും മിക്കവാറും ആളുകൾ ഇറങ്ങിപ്പോകുന്നത്. സമരത്തിൻ്റെ ഭയങ്കര പ്രശ്നമാകും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് അപകടമാണ്, ഇയാളെ ഇവിടെ താമസിപ്പിച്ച വീട് ഒഴിയാതായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് 11ാമത്തെ മാസം തന്നെ എനിക്ക് ഇത് തരുമായിരുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ ഞാനൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവിടുന്ന് തുടരണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ ഈ വീട് തരുന്ന ആളിനുമായിട്ടിരുന്ന് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അയാളോട്ട് കൂട്ടുകൂടി അയാളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ. ഒരു 6 മാസം കൊണ്ട് ആ ഗ്രാമത്തിലുള്ള ആളുകളുടെ എല്ലാ ജീവിതത്തിനകത്ത് നമുക്ക് ഇടപെടാൻ പറ്റും. പല ആവശ്യങ്ങളുള്ളവരാണ്. പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് വരുമ്പോൾ കൂടെ പോയാൽ മതി, ആശുപത്രി പോകണമെങ്കിൽ കൂടെ പോയാൽ മതി, പഞ്ചായത്തിൽ പോകുമ്പോൾ കൂടെ പോയാൽ മതി, വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ കൂടെ പോയാൽ മതി. കൂടെ പോകുന്ന ഒരാളായിട്ട് നമ്മൾ പോയി തുടങ്ങിയാൽ പെട്ടെന്നാണ് ഈ ആൾക്കാർ ഇയാളൊരു ആവശ്യമുള്ള ആളാണെന്ന് ബോധ്യമാകും.
ഞാൻ ഇത്രയായിരുന്നു പിന്നെ ചെയ്യുന്നത്. അത് ചെയ്യാൻ തുടങ്ങിയതോടെ ഒരു വീട്ടിൽ തന്നെ 10 വർഷം ഞാൻ താമസിച്ചു. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഇയാൾ ശരിയല്ലെന്നറിയാം. ചായക്കടയിലൊക്കെ ഇങ്ങനെ ഇരുന്ന ആൾക്കാർ പറയും അയാൾ തീരെ ശരിയല്ല എന്ന് പറയും, പക്ഷേ എന്ന് പറയും. ഈ പക്ഷയ്ക്കകത്ത് പിന്നെ നിൽക്കാൻ പറ്റും. പക്ഷേ എന്ന് പറയുന്നത് എൻ്റെ കൂടെ അയാൾ ആശുപത്രി വന്നായിരുന്നു എന്നുള്ള കാര്യം ഇയാൾ ഓർക്കും. അതുകൊണ്ട് എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രണയിക്കുന്നവർ വരുമ്പോൾ ഞാൻ അവരെ അവിടെ താമസിക്കാൻ സമ്മതിക്കും. അതാണ് പ്രശ്നം മുഴുവൻ. നാട്ടുകാരും ആലോചിക്കുമ്പോൾ ഇത് തീരെ ശരിയല്ല, ഇത് കണ്ടല്ലോ എൻ്റെ മകൾ വളരണേ അല്ലെങ്കിൽ മകൻ വളരേണ്ടതെന്ന് ഓർക്കുന്നതുകൊണ്ടാണ് ഈ ദേഷ്യം മുഴുവൻ വരുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ഒരു ദിവസം ഒന്നിച്ച് താമസിക്കുകയാണെങ്കിൽ പിന്നെ അവർ താമസിക്കത്തില്ല, പിരിഞ്ഞു പോകും. ഈ ദൂരെ വേലിക്ക് നിന്ന് പ്രണയിക്കുമ്പോൾ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. ഇരുന്ന് കാര്യം പറഞ്ഞോ പൊളിഞ്ഞു പോകും. അപ്പോൾ അത്രയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഈ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമാണ് ഇത് ഇങ്ങനെ ചെയ്തുകൂടാന്നുള്ളതാണ്. അപ്പം ഞാൻ ശരിയല്ല എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും എൻ്റെ നിങ്ങൾ ഇവിടുന്ന് അധികം ഒന്നും പോകണ്ട. ഇവിടുന്ന് ശ്രീകാര്യത്തിനടുത്ത് ചെറുവക്കൽ പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയായിരുന്നു ഞാനൊരു 10-15 വർഷത്തോളം തുടർച്ചയായിട്ട് ഒരു വീട്ടിൽ 10, ബാക്കിയുള്ള സമയം 2 വീട്ടിലായിട്ട് 15 വർഷത്തോളം താമസിച്ച സ്ഥലമാണ്. അവിടെ ചോദിച്ചാൽ പറയും അയാൾ ശരിയല്ല പക്ഷേ എന്ന് പറയും. ഈ പക്ഷേ പറഞ്ഞിട്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഇത്രയും സാധ്യതയേ ഉള്ളൂ. അല്ലാതെ ഈ അയൽ തഴപ്പതിന് അതിപ്രയത്നം എന്നൊക്കെ പറഞ്ഞൊന്നും നടക്കത്തില്ലേ. അത് പാവം നാരായണ ഒരു ഈ അയലില്ലാതെ ജീവിക്കുന്ന വഴി ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്നാലും കരഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന കഥയൊക്കെ നമുക്കൊക്കെ അറിയാം. അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇങ്ങനെയാണ്, ഇഷ്ടമുള്ളവരടുത്ത് അടുപ്പം കാണിക്കും. അവർ ശരിയല്ല എന്ന് തോന്നുന്ന വെറുതെ കണ്ടാൽ മതി. നടന്നു വരുന്ന കാണുമ്പോൾ ചിലർ പറയും അവൻ്റെ നടപ്പ് കണ്ടപ്പോൾ തന്നെ 2 എണ്ണം കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതാ നമ്മുടെ പ്രത്യേകിച്ച് ആ കലിങ്കയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ കാണാൻ തന്നെ ഒരുതം വരുന്നത്. അപ്പം തന്നെ എവിടെ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ അപ്പം തന്നെ നമ്മളങ്ങ് നമ്മുടെ ടെറിട്ടറിയിൽ കയറി എന്ന് ഫീൽ ചെയ്യുന്ന നടപ്പാണ്. അതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം നെഞ്ചും വിരിച്ചൊക്കെ ഒരുത്തം വരുന്ന കണ്ട അപ്പം തന്നെ ഇടപെടും. അത് പ്രത്യേകിച്ചും ഒരു 4 പേര് ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇടപെടും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനത്തെ മനുഷ്യരാണ് നമ്മൾ. ആ ഇരിക്കുന്ന മനുഷ്യരെ എങ്ങനെയാണ് ഈ അയലത്തുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് പോകുന്നതെന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാവർക്കും അവരവരുടേതായ ഒറ്റപ്പെടലുകളും ആവശ്യങ്ങളും ഉള്ളവരായിരിക്കും. അത് മനസ്സിലാക്കി അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, ഞാനും മാറിയിട്ടില്ല അവരും മാറിയിട്ടില്ല, തുടരുന്നുണ്ട്. പക്ഷെ ഒരു വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ 10 വർഷം തുടർച്ചയായിട്ട് ജീവിക്കാൻ കഴിഞ്ഞത് ഞാനിത് ചെയ്യാൻ തുടങ്ങുന്ന സമയം. അതുവരെ ഞാനത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാനാകെ ചെയ്തിരുന്ന വാടക കൃത്യമായിട്ട് കൊടുക്കും. ചുറ്റുപാടുള്ളവരുമായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്ന്, കാരണം നമ്മൾ വേറെ പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായതുകൊണ്ട് ആ വീടിൻ്റെ ചുറ്റിനുള്ള ആൾക്കാരുമായിട്ടല്ല, ഇങ്ങനെ നേരെ സെക്രട്ടേറിയറ്റിൻ്റെ വാതിക്കലാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം. പക്ഷേ തൊട്ടടുത്തുള്ള ആൾക്കാരുടെ ജീവിതത്തിനകത്ത് വേറെ ഒന്നും വേണ്ട. അവിടെ പോയിരുന്ന് അവർ പറയുന്ന കുറച്ച് കേട്ടാലൊക്കെ മതി. അത്രയും പോലും ചെയ്താൽ മതി. ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും. ആ ഒരു ഏരിയയ്ക്കകത്താണ് നമ്മൾ മാറാതിരിക്കുമ്പോഴും ചെയ്യാൻ പറ്റുന്ന, യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. സാമൂഹികമായിട്ടുള്ള മാറ്റത്തിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിനകത്തോ ഏതെങ്കിലും ജാതിക്കകത്തോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലോ ഏതെങ്കിലും ഭാഷ പറയുന്നവരോ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഞാൻ കൊല്ലംകാരനാണ്, ഞാൻ ആലപ്പുഴക്കാരനാണെന്ന് പറയുന്ന ഐഡൻറ്റിറ്റികളൊക്കെ ആയിട്ടാണ് നമ്മളെല്ലാം കഴിയുന്നത്. ഇങ്ങനെ വ്യത്യസ്തരാണ്, നമ്മൾ അവരെ പോലല്ല എന്ന് പരിപൂർണ ബോധ്യമുള്ളപ്പോഴും അപ്പുറത്തുള്ള ആൾക്കാർക്ക് അല്പം പ്രയോജനമുള്ളവരായിട്ട് നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും നമ്മളെ ആവശ്യമായിട്ട് വരും. ഇത്രയാണ് സാധ്യത. അല്ലാതെ സംഗീതമാകത്തില്ല. അങ്ങനെ വിചാരിച്ച് നിങ്ങളെങ്ങനെങ്കിലും നന്നായാൽ മതി, ഏത് മതമായാലും വേണ്ടില്ല നന്നായാൽ മതി എന്ന് പറഞ്ഞ് തലയിൽ കൈയും വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ ഗുരു അത് പറഞ്ഞത്. നന്നായാൽ മതിയടാ. കാരണം നന്നാകാനായിട്ട് ഇത് നോക്കുമ്പോൾ എല്ലാം നന്നാക്കാൻ വേണ്ടിയായി. പക്ഷെ അങ്ങനെ അല്ലെന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. മതമൊന്നും ആരെയും നന്നാക്കാൻ ഉണ്ടാക്കിയിട്ടില്ല, മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കാനും നിസ്കരിക്കാനും ഒരു ശക്തിക്ക് മുമ്പ് കീഴടങ്ങാനും ഒക്കെ പഠിപ്പിക്കുന്നത് നിയന്ത്രിക്കാനാണ്.
കുട്ടിക്കാലത്തെ പഠിപ്പിച്ച ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് കാണുന്നത് കൊണ്ടുണ്ടാക്കിയതാണ് നമ്മൾ ഈ കാണുന്ന മത ആശയങ്ങളെല്ലാം. അതുകൊണ്ട് അത് നന്നാക്കാനുണ്ടാക്കിയതാണെന്ന് നാരായണഗുരു പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാനത് അങ്ങനെ അല്ലത് മനസ്സിലാക്കുക. നിയന്ത്രിക്കാനുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് അത് എടുത്ത് നന്നാക്കാനൊന്നും പറ്റില്ല. ഇന്ന് നമുക്ക് എന്താണ് നമ്മൾ ഈ ജനാധിപത്യത്തിനകത്ത് പറയുന്നത്? വ്യത്യസ്തരായിരിക്കുമ്പോഴും നമുക്ക് സഹകരിക്കാൻ പറ്റും. അതൊരു വാങ്ങലുകാരനും വിൽക്കുന്ന ആളും തമ്മിലുള്ള ബന്ധം പോലത്തെ ബന്ധങ്ങൾ സാധ്യമാണ്. മീനെ മേടിക്കാൻ വരുന്ന ആളിൻ്റെ ഉദ്ദേശം മീന് വില കുറയ്ക്കുക എന്നുള്ളതാണ്. മീൻ വിൽക്കുന്ന ആളിൻ്റെ ഉദ്ദേശം പരമാവധി വിലയ്ക്ക് വിൽക്കുക എന്നുള്ളത്. പക്ഷെ അവർ തമ്മിലൊരു ഇത് നടക്കും, ഇൻട്രാക്ഷൻ നടക്കും. ആ ഇൻട്രാക്ഷനകത്ത് അവർ രണ്ടുപേർക്കും അംഗീകരിക്കാൻ പറ്റുന്നൊരു വിലയായി കഴിഞ്ഞാൽ അവർ ഇപ്പം മീൻ വിൽക്കുന്ന ആൾ ശത്രുവാണോ? ശത്രുവല്ല. അയാൾ മീനെ കൊണ്ട് വരുന്ന ആളിനെ നോക്കി നിൽക്കുന്ന നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ മലയാളി സ്ത്രീകളുടെ കഴുത്ത് നീണ്ടുപോയത് അതുകൊണ്ടാണെന്ന് ഒരു സ്വാമി എന്നോട് പറഞ്ഞു. ഇങ്ങനെ ഈ മതിലിൻ്റെ മേളിൽ കൂടെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നീണ്ടുപോയെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ കാണാം, നമ്മളിങ്ങനെ കാത്തിരിക്കുന്നവർ തന്നെയാണ് ഇവരെല്ലാം. പക്ഷേ അവർ കൊഞ്ചിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വാരി അവസാനം ഒരു മീശയിലെ പൊക്കി ഒരെണ്ണം കൂടി ഇടും. ആദ്യത്തെ വാര് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ കിട്ടിയെന്ന് വിചാരിക്കും. പക്ഷേ ഇങ്ങനെ എത്തുമ്പോഴത്തേനും ഒരെണ്ണമായി. അതുപോലുള്ള കൊടുക്കലുമൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതുമൊക്കെ നമ്മൾ അറിയണം. പക്ഷേ രണ്ടുപേരും ആവശ്യമുള്ളവരാണെന്നുള്ള പരസ്പരം അറിവിനകത്തൂടാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ വ്യത്യസ്തമായ ഐഡൻറ്റിറ്റികൾ, മതപരമായ, ജാതീയമായ, അല്ലെന്നുണ്ടെങ്കിൽ ഭാഷാപരമായ, അല്ലെങ്കിൽ പ്രദേശപരമായിട്ടുള്ള ഐഡൻറ്റിറ്റികളെല്ലാമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഐഡൻറ്റിറ്റി മാത്രമല്ല നമുക്കുള്ളത്. നമുക്ക് നൂറുകണക്കിന് ഐഡൻറ്റിറ്റികളുണ്ട്. അത് അപ്പുറത്തിരിക്കുന്ന ആളാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഉണർത്തുന്നത്. നമ്മൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് സഹോദരി നമ്മളെ സഹോദരനാക്കും, അച്ഛൻ മകനാക്കും, അമ്മ മകനോ മകളോ ആക്കും. ഇങ്ങനെ നമ്മുടെ ഐഡൻറ്റിറ്റികളെല്ലാം അപ്പുറത്തിരിക്കുന്നവരും കൂടെ ചേർന്നാണ് ഉണ്ടാകുന്നത്, അല്ല നമ്മുടെ മാത്രമല്ല എന്നറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മനുഷ്യനാണ്, ഞാൻ ഭൂമിയിൽ ജീവിക്കുന്ന ആളാണെന്നൊക്കെ വിചാരിക്കുന്ന ആളാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പാസ്പോർട്ടുമായിട്ട് മാത്രമേ അങ്ങോട്ട് കയറാനൊക്കത്തുള്ളൂ. കാരണം ആ രാജ്യത്തുകാരന് ഞാൻ ഇന്ത്യക്കാരനായാലേ സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ മാത്രമായിട്ട് തീരുമാനിക്കുന്നതല്ല, അപ്പുറത്തുള്ളവരും കൂടി ചേർന്ന് തീരുമാനിക്കുന്നതാണെന്ന് അറിയാം. അപ്പോൾ ഇങ്ങനത്തെ ഐഡൻറ്റിറ്റികൾ നമുക്ക് നിലനിൽക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് മീൻ വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിലുള്ള ഒരു പ്രയോജനപരമായിട്ടുള്ള, രണ്ടുപേർക്കും പ്രയോജനമുള്ള ആൾക്കാരായി കഴിയാൻ കഴിയും. ആ മേഖലയിലാണ് നമ്മുടെ ഐക്യം ഉണ്ടാകുന്നത്. അപ്പം പുതിയ ലോകത്തിനകത്ത് വ്യത്യസ്തതകൾ നിലനിൽക്കെ, അതിരുകൾ നിലനിൽക്കെ, അതിരറിഞ്ഞ് ജീവിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിരില്ലാതാകുന്നതല്ല, അതിരില്ലാത്ത സ്നേഹം എന്നായിരുന്നു പണ്ട് പറയുന്നത്. അങ്ങനല്ല, അതിരറിഞ്ഞ് സ്നേഹിക്കുന്ന ലോകമാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ അതിരില്ലാത്ത ലോകത്തിനെ പറ്റി അല്ല പറയുന്നത്, അതിരറിഞ്ഞ്.